ആ കോഴിക്കോടുള്ള വക്കീലിനെ തല്ലിയിട്ട് പാർട്ടി സെറ്റാക്കിയ ഒരു ഡ്രൈവറിൻ്റെ പരിചയത്തിൽ ചിക്ക്മാംഗ്ലൂരിലുള്ള ഒരു ഹോം സ്റ്റേയിൽ 2 ദിവസം നിൽക്കാനായിരുന്നു യുവമാരുടെ പ്ലാൻ. അവിടെ തന്നെയായിരുന്നു നമ്മുടെ അരവിന്ദിൻ്റെ പാർട്ടി. She's shivering. Can you just take her to some hospital, please? Dude, I'm really scared because I brought her here. Cool. I know what to do. Just relax, babe. Arvind, you're not getting me. Guys, just stop it. You don't get to spoil my party. I'm not so good at taking orders. And no one tells me what to do. Got it? Hey guys, we're just playing around. Come on. Sanju, get the party started, man. Play some music. What are you guys doing? Hey, wait, what? What the f*** are you guys doing here? Who are these guys? What the hell is happening? Mati. ബഹുമാനപ്പെട്ട മുൻ MP കോയിക്കൽ ചന്ദ്രശേഖരന്റെ മകൻ എന്താണ് പേര്? അരവിന്ദ്. അരവിന്ദ് കുളിര കായുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോ വയലൻസ്, നോ വയലൻസ്, നോ. ഇത് കേട്ടെ. മോനെ ഒന്നും നോക്കടാ. നോക്ക് സുധി, കണ്ടടാ കാശുള്ളവന്റെ പാർട്ടിയാണ്ടാ. അപ്പോൾ അരവിന്ദേ, ഇലക്ഷനൊക്കെ പറയാനല്ലോ. അപ്പോൾ നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് അങ്ങോട്ട് വിട്ടാലോ? എന്താ നിൻ്റെ അഭിപ്രായം? എടാ, എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ. ആര് ഭരിച്ചാലും എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് മോൻ നാളെ രാവിലെ ഒരു എത്രയുടെ പറയണ്ടേ? 5-10 പറഞ്ഞു. നോക്കണം. ഓക്കെ, ഒരു 10 ലക്ഷം രൂപയായിട്ട് ഇങ്ങോട്ട് വാ. വീഡിയോ മാത്രം ആക്കണ്ട, മൊബൈൽ തന്നെ അങ്ങോട്ട് വന്നേക്കാം. മോനൊന്ന് ആലോചിക്കേ. ഇവൻ കുറെ നേരം മുണ്ടെടുക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഹൈ, രാജാവിന് മോനൊന്നും പറഞ്ഞില്ലല്ലോ. ക്യാഷ് വാങ്ങിച്ചിട്ട് ചീറ്റിയിലെന്ന് എന്താ ഉറപ്പ്? ഏതായാലും നാളെ രാവിലെ 8 മണി വരെ ഇതെൻ്റെ ഫോണിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നാളെ രാവിലെ കാണാം. മോനെ അരവിന്ദ, ചേട്ടൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അല്ല, ഉപദേശിക്കുകയാണെന്ന് തന്നെ വെച്ചോ. എടാ, ഒന്നുകിൽ ആണുങ്ങളെ പോലെ വളച്ചടിക്കണം, അതും അല്ലെങ്കിൽ മൂത്തിരിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് കാശ് കൊടുത്തടിക്കണം. അത് രണ്ടും അല്ലാതെ ഇതേപോലെ പെണ്ണുങ്ങളെ മയക്കി കെടുത്തിട്ടുള്ള പരിപാടി അത് മോശമല്ലടാ. അയ്യേ.
തോന്നില്ലേ അവന്മാരെ അന്താക്ഷരി കളിക്കായിരുന്നു. അപ്പൊ നമ്മുടെ മർഡോണ കയറി ഒന്ന് പാടി. അത് തെറ്റാണോ നീ പറ? പിള്ളേര് വരില്ലേ? വന്നാൽ രണ്ടുപേരും കൊള്ളാം. ആ വരണുണ്ട്. അതെ, ആ വൈറ്റ് ടീഷർട്ട് ഇട്ട പെണ്ണ് വന്നില്ലേ? വന്നില്ല അല്ലേ? ദാ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്നാ ഞങ്ങൾ ഇട്ടോട്ടെ. അരവിന്ദ്, ഒരു ചെറിയ സീൻ കിട്ടി. വണ്ടി തള്ളി കയറ്റേണ്ടിരുന്നോണ്. അയ്യോ, എന്നാ ഞങ്ങളും കൂടാം. ഞങ്ങൾക്ക് അങ്ങനെ ആരോടും സ്ഥിരവരാകൊന്നും ഇല്ല കേട്ടോ. ഡീല് കഴിഞ്ഞാൽ പിന്നെ മച്ചാണ്. വാ, നമുക്ക് ഒരുമിച്ച് വണ്ടി കയറാം. കിടക്കണ മുതല് ഇതന്നെ മുതലാളി. വീണോ? ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അഡ്വാൻസ് കൊടുത്ത് വെച്ച വണ്ടിയാ. പോയിന്ന് വിചാരിച്ച ശരിക്കും ഞങ്ങൾ 5.5 ലക്ഷം രൂപയ്ക്ക് വില പറഞ്ഞ് വെച്ച വണ്ടിയാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സൗഹൃദം വെച്ച് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട 6 ലക്ഷം രൂപ ഞാൻ ആ വണ്ടി വാങ്ങി. ഇത് പിടിക്കത് സംഭവം ഞങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷെ അവൻ ആ വണ്ടി ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് അവന് ഇഷ്ടായി. മുതലാളി ഇറങ്ങണ്ട, വണ്ടി നമ്മൾ വാങ്ങി. എടാ പിന്നെ പോണ വഴിക്ക് നമ്മുടെ പയ്യന്മാരെ ഒന്ന് ടൗണിൽ ഇറക്കണം കേട്ടാ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തൃശ്ശൂര കോയിക്കൽ ചന്ദ്രശേഖരൻ്റെ മകൻ അരവിന്ദ്. ഇവിടെ അരവിന്ദൻ്റെ അച്ഛനാ ചന്ദ്രശേഖരൻ. രാജാവിൻ്റെ മകനല്ല, രാജാവാ. ആൻഡ് ദിസ് ഈസ് ലൈഫ് ആൻഡ് റൈറ്റ്.
നിന്റെ പാർട്ടിയാണെന്ന് മനസ്സിലായി. ഇനി ഒരുത്തനും കൂടില്ലേ? മറഡോണ. പ്ലീസ് No. പ്ലീസ്. No. ഓക്കെ, ഐ ആം ഗോയിങ്. Going on. Da please. ഓക്കെ, ഓൺലി 2 minutes. Only 2 more minutes. Oh. Yesterday holiday, what program? Yesterday, I wake up early in the morning. Gina, Jolly and myself went to church for Sunday Mass. We eat breakfast. Sorry, eat a little. We had breakfast from a hotel. Then we went to Reshma's home for the function. There we had a lot What of... function? Reshma's child's... Reshma's child's... What function? പുല്ല്. ഈ ചരടിന് എന്തോട് ഇംഗ്ലീഷ് പറയുന്നേ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷ് നടപടിയാണ് കേസല്ല, നമുക്ക് മലയാളം മതിയെന്നേ. ഹലോ, ഇംഗ്ലീഷ് പഠിക്കല്ലേ? ദാ പുള്ളിനെ സംസാരിച്ചാൽ മതി. പുള്ളിനെ കണ്ടാലറിയാം മുടിഞ്ഞ ഇംഗ്ലീഷാണെന്ന്. അയ്യോ, അതൊന്നും പറ്റൂല. നമ്മളെക്കാളും കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവരോട് സംസാരിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓഹോ. ഡാ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മണിപ്പാലിൽ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലോസ് ഫ്രണ്ട് അപർണ. ഓ പറഞ്ഞ ബംഗാളിൽ എങ്ങനെ പറയണേ? ആ, അപർണ. വെക്കേഷന് ഞാൻ അവളുടെ കൂടെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടു മെട്രോ സിറ്റി ആയതുകൊണ്ട് എന്തോ കൊൽക്കട്ട എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി. പിന്നെ പോയത് അവളുടെ കല്യാണത്തിനാ. എനിക്കെന്തോ അവിടെ സെറ്റിലായി കൊള്ളാവുന്നുണ്ട്. അവൾ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാ. ആ, സപ്ലൈ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം. ഓ, ഓക്കെ. അതെ, ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, റിപ്ലൈ ഒന്നും കണ്ടില്ല. അതിന് റിപ്ലൈ ചെയ്തല്ലോ. ഏ? ആ. മറഡോണ, ഓ, ചേട്ടാ. ഇവിടെ പ്ലാസ്റ്റർ എടുത്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കണ്ട കേട്ടോ. ആ, ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ ബാംഗ്ലൂർക്ക് വരികയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തായാലും ഇത്ര ദിവസം ആയില്ലടോ. ഉമ്മച്ചിയോടൊക്കെ നാരി വിളിച്ചു പറഞ്ഞോളൂ. അല്ല മോളെ? ഓക്കെ ചേട്ടാ. ഇപ്പോൾ ലീവ് എടുത്തല്ലേ ഉള്ളൂ, ഇല്ല നാട്ടിലോട്ട് ഞങ്ങളും വന്നേനെ. നിസാം പിന്നെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. ഓ, हम तुम एक कमरे में बंद हो टाना ना 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 और चाबी खोज. ഡാ, മതി മതി. അവരെ ഓടി വണ്ണം കുറച്ചോളും. നീയായിട്ട് നോക്കി ഒരിക്കൽ കളയണം എന്നില്ല. ഞാനേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നൊരു. അങ്ങനെയാണെങ്കിൽ നീ അകത്തെടുക്കുന്ന തന്നെയാ നല്ലത്. ആശേ ആശേ. എന്താടാ? നമുക്കേ ലാൽബാഗ് പാർക്കിൽ പോയാലോ? അവിടെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട്. അയ്യാടാ, മോൻ ആദ്യം ഇവിടെ കൂടുതൽ നടന്ന് പഠിക്ക്. എന്നിട്ട് മോനെ നടത്താൻ ശരിയാന്ന് തോന്നുമ്പോ ചേച്ചി പറയാം. ആരാ? ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് തിണ്ടിയാ ശല്യം. എന്നാ പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ? ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തതാ, പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാന്ന് വീട്ടുള്ള വിചാരം. പയ്യനെങ്ങനെ കാണാൻ ചുള്ളനാണോ? 40-40 വയസ്സുണ്ട് അങ്ങർക്ക്. ഓ, പിന്നെ ആ ചേച്ചിയും പിള്ളേരും ഓർത്തിട്ടാ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത. നമുക്കെന്നാ നേരിട്ട് ചെന്ന് ആളെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ? അയ്യോ, അത് വേണ്ട. മലയാളിയാണോ അയാള്? അതെ.
എന്നാ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കോളും. ഏയ് വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. നീ അയാളെ വിളിച്ചിട്ട് നാളെ ഫ്രീ ആണെന്ന് നോക്കി. എന്നിട്ട് നീ ചോദിക്കേ. കാശിന്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. കാശിന്റെ കാര്യത്തിലേ നീ ടെൻഷൻ അടിക്കണ്ട. നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. മൂട് കളയല്ലേ. ആരും വരില്ല. പ്ലീസ് പെട്ടെന്ന് പോവാം. പ്ലീസ്. ഇവിടൊന്നും ആരും വരില്ലെന്നേ. എവിടെ പോയി കിടന്നടോ? നീ തന്നെ കൊടുത്തില്ലേ? ഇനി നീ ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട, വാ നമുക്ക് പോവാം. നീ പറഞ്ഞു കേക്ക്, വാ പോവാം. വരാന്നേ. വാ സാർ വേണ്ട സാർ. വാടാ സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ. സാർ അടയ്ക്കില്ല സാർ. സോറി. അവിടെ പറക്ക്. പോവാം. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. ഒന്ന് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. ഏയ് കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നിയത്. നീ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ക്രിമിനലോ ആയിരുന്നോ? എന്താ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല? ഡോണ്ട് ദേ ലൈക്ക്? താങ്ക്സ്. എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഒരു കാപ്പി കൂടെ കുടിച്ചാലോ? ബൈ. 2 കോഫി.